Good afternoon, sir. Yes, good afternoon, Haida. Good afternoon, sir. Yes, Farsana, good afternoon. Merlin, ഞാൻ Serenity, പറഞ്ഞ good afternoon. എന്താ പറഞ്ഞത്? സാർ ഇവിടെ പറഞ്ഞ Nancy? മോനെ സ്കൂളിൽ പോയില്ല Yes, എന്നിട്ട് very പറഞ്ഞു good afternoon. Okay, മകനോട് പറഞ്ഞാണ്, no problem. Yes. Kalyani, good afternoon. Yes. Okay. Asiba, good afternoon. Arvigam, let us start. Okay, Nancy, very good, very good, very good. Okay, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ് ആസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവിടെ വന്നില്ല. ഓക്കെ, പിന്നെ ബാലൻസ് ഉണ്ട്, നമുക്ക് പറയാം. Then Farsana. Yes, sir. Yes, how are you? I'm good, sir. What about you? Yes, I am also very fine. അപ്പൊ ചോദ്യം ഫർസാനയോടാണ് ആദ്യം. മ്യൂട്ട് ചെയ്തോ, വന്നാ മതി. ആള് അറിയാൻ വേണ്ടി ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ സാധാരണഗതിയില് നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. എത്ര മണിക്ക് എഴുന്നേൽക്കും, പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞായറാഴ്ചകൾക്ക് അവധി ആയതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അപ്പൊ മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്: ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? നിങ്ങളുടെ ഞായറാഴ്ചകൾ നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? അപ്പോ അതിനെ കുറിച്ച് നിങ്ങൾ ഒരു 2-3 സെന്റൻസ് ഓരോരുത്തർ പറയാന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ പണി. യെസ്, ഹൗ ഡു യു സ്പെൻഡ്? പറഞ്ഞതാണ്. യെസ്, സോറി, അയ്യോ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ഐ ആം റിയലി സോറി. യെസ്, ഓക്കെ, സോറി. യെസ്, പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ നോട്ട് ചെയ്തില്ല. പോട്ടെ. യെസ്, അപ്പൊ അത് വിട്ടേക്ക്. യെസ്, അപ്പൊ ഫർസാന, മൈ ക്വസ്റ്റ്യൻ, ഞാൻ ചോദ്യങ്ങൾ മാറ്റണം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഉള്ളതെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് നമ്മളത് ഞാനത് വിട്ടു. യെസ്, ഫർസാന എവിടെയാണ് താമസിക്കുന്നത് നമുക്കറിയില്ല. ഓർ ഇറ്റ് മേ ബി എ ടൗൺ ഓർ എ വില്ലേജ്. യെസ്, അപ്പോ മൈ ക്വസ്റ്റ്യൻ ഇസ് ദിസ്. എന്റെ ചോദ്യം ഇതാണ്: വെയർ യു വാണ്ട് ടു ലീവ്? നിങ്ങൾക്ക് ഇപ്പൊ താമസിക്കുന്നത് എവിടെയാന്നുള്ളത് വിട്ടോ, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എവിടെ താമസിക്കണം എന്നതാണ്. ടൗണിലാണോ ഗ്രാമത്തിലാണോ? എന്തുകൊണ്ട് ടൗൺ പറയുന്നത് നിങ്ങൾക്ക് കാരണം വേണം. ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാം. ഐ ലവ് ടു ലിവ് ഇൻ ടൗൺ ബിക്കോസ്, അല്ലെങ്കിൽ ഐ ലവ് ടു ലിവ് ഇൻ വില്ലേജ് ഓർ റൂറൽ ഏരിയസ്. യെസ്, അതിന്റെ കാരണമൊക്കെ പറയും. അപ്പൊ ഫർസാന അത് സബ്ജക്റ്റ് ഞാനൊന്ന് മാറ്റുകയാണ്. വെയർ യു വാണ്ട് ടു ലിവ്, ഇൻ ടൗൺ ഓർ വില്ലേജ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസറിലോട്ട് കിടക്കാം. ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം ആദ്യം ടൗൺ, വില്ലേജ്, എന്നിട്ട് അതിന്റെ കാരണങ്ങൾ നിങ്ങൾ കണ്ടത്. ഇപ്പൊ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ ഇന്റലിജൻസ് ആണ്, ബുദ്ധിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ടൗൺ എന്ന് പറയുമ്പോൾ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ധാരാളം അവസരങ്ങളുണ്ട്. ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ, സ്കൂൾ, ഒരുപാട് സാധ്യതകളുണ്ട്. ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദേർ ഇൻ ടൗൺ. സോ ഐ വാണ്ട് ടു ലിവ് ഇൻ ടൗൺ. അതുകൊണ്ട് എനിക്ക് ടൗണിൽ താമസിക്കണമെന്നാണ് ആഗ്രഹം. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ടൗൺ. ഞാൻ ജനിച്ചതും വളർന്നതും ടൗണിലാണ്. നിങ്ങൾക്ക് അങ്ങനെ പറയാം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. യെസ്, അത് രണ്ടാമത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അത് പറയാം. ഐ ലവ് ടു ലിവ് ഇൻ വില്ലേജ് ഏരിയസ് ബിക്കോസ് ദ ഇന്റിമസി ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾ തമ്മിലുള്ള ഭയങ്കര ഇന്റിമസി,
ടൗണിൽ ചിലപ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളാരെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഗ്രാമത്തിൽ അങ്ങനെയല്ല. ഗ്രേറ്റ് ഇന്റിമസി, ഭയങ്കര ഇന്റിമസി. പിന്നെ നാട്ടിലാകുമ്പോൾ ലോട്ട് ഓഫ് ഫീസ്റ്റ്, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പാർട്ട് ആൻഡ് പാഴ്സൺ ഓഫ് ലൈഫ്, ജീവിതത്തിലെ പാർട്സ് ആൻഡ് പാഴ്സൺ. അപ്പൊ അതങ്ങനെ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് എനിക്ക് ഗ്രാമങ്ങളെയാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് പറയാം ദ നാച്ചുറൽ ബ്യൂട്ടി, rivers, small mountains, streams, temples, mosque, church, and field. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ ആകർഷിക്കുന്നത്. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഓർമ്മകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ റീസൺസ് ഐ ലവ് ടു ലിവ് ഇൻ. യെസ്. ഇനി നിങ്ങൾക്ക് വേറെയും ചിലപ്പോൾ വേറെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ജീവിച്ചത് പല ടൗണിലായിരിക്കാം, നിങ്ങൾ വിവാഹിതയാണ് താമസിക്കുന്നത് ഒരു പക്ഷേ ഒരു ഗ്രാമത്തിലായിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്നൊക്കെ പറയാം. ഐ വാസ് ബോൺ ഇൻ എ ടൗൺ ആൻഡ് ലിവ്ഡ് ദെയർ. നൗ ഐ ആം ലിവിംഗ് ഇൻ എ വില്ലേജ്. ദ ഡിഫറൻസ് ദാറ്റ് ഐ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. അപ്പൊ രണ്ടും പറയാം. ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. യെസ്. അപ്പൊ ഓരോരുത്തരും നിങ്ങളുടേതായ പോയിന്റുകൾ ഒന്ന് രേഖപ്പെടുത്തി വെക്കും. യുവർ പോയിന്റ്. അപ്പൊ സാർ റെഡിയായോ? നോക്കാം സാർ, ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം. യെസ്. സൗണ്ട് വോളിയം കുറവാണ്. ഓക്കെയാണ് സാർ. അല്ല, ഇവിടെ അല്ല, ഞാൻ അങ്ങോട്ട് പറയുന്നതിന് വോളിയം കുറവാണെന്നാണ് പറഞ്ഞത്. ഇല്ല, കേൾക്കുന്നുണ്ട്. സൗണ്ട് വോളിയം കുറവാണ് സാർ, വോളിയം കുറവാണ്, കേൾക്കുന്നില്ല. അതാണ് ചോദിച്ചത്. അതെ, ആ പ്രോബ്ലം ഇപ്പൊ ഒരാൾ പറഞ്ഞു, ഹരിത പറഞ്ഞു, വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ? യെസ്. അപ്പൊ രണ്ടാമത് ഒന്ന് ഒരു മിനിറ്റ്. സൗണ്ട് കുറവാണ്. എല്ലാവർക്കും സൗണ്ട് രണ്ടാമത് ഓണാക്കി നോക്കാം. സൗണ്ട് ഇപ്പോൾ ഓക്കെയോ സൗണ്ട്? ഓക്കെ ഓക്കെ, ഇപ്പൊ ഓക്കെ. ഓക്കെ, ശരി. യെസ്. അപ്പുറത്തെ ക്ലാസ് ചെന്നപ്പോ അവര് പറഞ്ഞു സൗണ്ട് കുറവാണ് എന്ന് പറയുന്നത്, ബ്രേക്ക് ആയി പോയെന്ന് പറഞ്ഞു. അപ്പൊ നെറ്റിന്റെ വിഷയം ആയിരിക്കും. ഓക്കെ. അപ്പൊ ഫർസാനൊക്കെ ആലോചിക്കാൻ സമയം കിട്ടി. അപ്പൊ ഫർസാൻ ആലോചിച്ചു കഴിഞ്ഞു. യെസ്, ഫർസാന പറഞ്ഞോളൂ. Okay. I love to live in town because I was born in village. I'm lived there. After marriage, I was shifted near the town. So Yes. for me, everything was more easy to live in town. Actually, and villages are not so bad. They have limited infrastructure. Uh, Concerned about town, easy accessibility of everything has near town. We have easily accessibility of the medical care, entertainment, or our everything is needed for a normal life. Sir, it's easy accessibility is in town. For me, village is more relaxing area, and there are a lot of lovable persons near. All are in villages. Town, then we consider town. The life is more speedy. Uh,
speed, or we have no time to what others care or some like that. We have live like our own. We are not about concerned about others thinking, or other people what they should think of us. We have nothing like that, sir. For me, I'm more easy to live in town. Moderate and balanced school, college, local hospitals, even entertainment, everything near in town. Then, or living in a town is often preferred over a village because it offers perfect middle ground and the modern comfort of a city of overwhelming chores. Mm, Really easy convince of access. Everything will be near to me. So it's I have got everything. It's near me. So that's why. Yes, very good, Farsara. Very good, very good. Farsara, she says that she loves to live in town. The life is very speedy there, and the people are not caring about others. So we have to maintain our own life. Okay, but access to everything. ഏറ്റവും അടുത്തെല്ലാം കിട്ടും. It is easily accessible. Yes, okay, Farsara. Very good, very good, very good. Then, Nancy. Sir, Yes, where you want to live? so I want to live in a rural area because of it's a special You want to life. live. Okay, special because life feel much calmer and more free. Uh, Now I am living in rural area. Instead of Yes, loud traffic and crowded street, you are get enjoy the quiet sound of nature, plenty of open space of breeze, sir. And yes, everything move at a slower. Um, yes, so peace, okay, which help you might feel less stressed and more connected to the land surroundings. And there is a wonderful sense of privacy. First of all, that is my my concern of living in rural area. But yes, um, where neighbors truly look out to one another, sir. Close night community, as in neighbors truly look out for one another, and yes. Continue, continue, continue. okay. A peaceful way of living, that living a life of lives, peaceful way of life that make appreciate Yes, of small things nearby others, like clear carry night or fresh breeze, bird sound, and weather changes is more near to enjoyed. yes, That's all. That's my interest to living. I'm not interested to living in town because hot weather I don't like. I'm so now living in a rural area. Then my until death I am leaving this place. ഓക്കെ. ഒരു കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മനസ്സുകൊണ്ട് എവിടെയാണ് താൻസി? റൂറൽ ഏരിയയിലാണ് അല്ലെങ്കിൽ Yeah, sir. ഞാൻ റൂറൽ ഏരിയയിലെ മനസ്സുകൊണ്ട് മരിക്കണ വരേക്കും ഞാൻ ഇവിടുന്ന് എവിടും പോവില്ല. ഇതോ? അതായത് അപ്പൊ എനിക്ക് താൻസി എന്റെ രണ്ട് എന്റെ വശത്തും ഇങ്ങനെ മൈൻഡിന്റെ ബാലൻസ് ചെയ്ത് പോകണേ. രണ്ടു വർഷവും നല്ല ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് താങ്ക്സിന്റെ ഡയലോഗിലെ. അപ്പൊ ഒരു ഏതാണ് നമുക്കൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഇല്ല, നൗ ഞാനിപ്പോ നിക്കണത് റൂറൽ ഏരിയയിലാണ്. എനിക്ക് ഇവിടെ നിക്കാനാണ് ഇഷ്ടം മരിക്കണവരേക്കും. പക്ഷെ ഞാൻ ടൗണിനെ വെറുക്കുന്നില്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചേഞ്ച്, ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയി പെർമനന്റ് ആയിട്ട് നിക്കേണ്ടി വന്നാൽ അവിടെ നിക്കില്ല എന്നൊന്നും പറയില്ല. യെസ്, അത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, 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 വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഷീ ഈസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് rural areas. She want to live in rural areas. Then, Shani Firoze.
Yes, ഷാനി കുറച്ച് നമുക്ക് വരുക. ഹരിത. Then Priya Haridas. സാർ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം, കാരണം ഇന്ന് മോനെ ഏതൊരു ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം മോനെ. അപ്പൊ ജസ്റ്റ് ക്ലാസ്സിൽ Okay. No problem. Yes, Anshi. Yes, sir. What is your opinion? I like the village, You like village. Okay, why? sir, because the village is very beautiful place. Yes, very good. Then, The front of side of my house is a field. yes, How beautiful is its beauty. yes. Oh, beauty of the village. Then, How nice it is to sit and look at the field while drinking tea in the evening. yes. Oh, നമ്മുടെ ജോൺസൺ മാഷിന്റെ സ്റ്റൈലിലാണ് പറഞ്ഞത് അല്ലേ? വൈകുന്നേരം ആകുമ്പോൾ കട്ടൻ ചായയും എടുത്ത് വരാന്തിൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി ചെറിയ ചാറ്റൽ മഴയൊക്കെ ആസ്വദിച്ച് അകത്ത് ജോൺസൺ മാഷ് സംഗീതം നൽകിയ ഒരു പാട്ടും കേട്ട് ആസ്വദിച്ചിരിക്കുന്നത് അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടിന്യൂ. വീടിന്റെ ഫ്രണ്ടിലെ വയലാ. Yes, വീടിന്റെ ഫ്രണ്ടിലെ വയൽ. വയലാണ്. വെരി ഗുഡ്. അവിടെ കൃഷിയൊക്കെ ഉണ്ട് ഇപ്പൊ, വെറുതെ വയൽ. എന്താ സാർ? കേട്ടില്ല. കൃഷിയൊക്കെ ഉണ്ട് അവിടെ. ഇപ്പൊ കൃഷിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. യെസ്, ഓക്കെ. മഴക്കാലത്തോ? മഴക്കാലത്ത് കൃഷിയില്ല, പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് കൃഷിയില്ല. യെസ്, എവിടെയാണ് നാട്? അഞ്ചൽ. ഓക്കെ. And there is no traffic in village. Yes. Diseases are less and the pollution problem is not much. Yes. Accidents are less. Yes. Town is good for everything, but village is the best. I also Yes. like the village. Okay. My house is also in village. The Yes. village is also where I got married, in village. Yes. The sound of birds, they ditch small grasses, trees, Yes. so much beauty. So I like the village. Okay. So, and you are an advocate of village life. Okay, very good. Agil. Yes. Kalyani. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. മോന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുക. Yes. കല്യാണി എന്താ പറഞ്ഞ? യെസ്, കല്യാണി വന്നിട്ടില്ല. മെർലിൻ. കല്യാണി വന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. മോന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുക. അപ്പൊ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് ജസ്റ്റ് കേട്ടത്. No problem. Yes, okay. മെർലിൻ. Yes, sir. Yes, പറയൂ. I am living in small village. Yes. I like to live in the village. I like Yes. village. Yes. There are some things that are mostly available in village. Good environment, good people, good culture, access to fresh air, pure water, organic food. Village promoting healthier lifestyle. Yes. Cities are good, but does not get good environment, etc. Yes. So village is my favorite. So village is your favorite. Okay, one more person is supporting village life. Nandini. Afternoon, sir. Yes, your opinion regarding that. So basically, I prefer a village life only, sir, due to the Yes. peaceful mind, the greenery, unpolluted Yes. air,
pure water, the traditions, Yes. the customs, what we follow, the Yes. families, whatever it is, we can't replace anything with those days. I'm coming Yes. from a hilly station. I was born and brought up in Munnar. It's a fully greenery, the tea bushes, Yes. the way, the road which is leading to our home is really beautiful, sir. That nothing Yes. can replace those memories and all. Really, I feel nostalgic now. But Yes. whatever it is, we need to depend on city life because of the development and the technologies which we have going on in this lifestyle. So we need to Yes. depend on these cities for some emergency, for the next generation, that is my kids, for their future, their development, their lifestyle, everything will be dependent on these technologies and everything. So we need to depend on city life. But if you go for a peaceful life, then I prefer a village life only, because whatever it is, the things that can never, even though the buildings are like 15 story or 20 story, that will not be equal to a tree which Yes. can Oh, give us a pure oxygen or anything. So uh, I'm in a 50-50, sir. In my mind, I prefer a village life, rural areas only, because the traffic sounds we don't want. There is a what peace in our mind, especially in our head. yes. We can sleep peacefully. That is the main preference. But the next one is we need to depend on the city life for the education as well as the emergency purposes and all. Both are Yes. equal, but maybe if I can live in between these two, it will be good, sir. For the Oh, peaceful oh, mind, we can go to the village. If we need an emergency, we can run to the city. If I'm living in between that area, it will be good. yes. അപ്പൊ That is my സിറ്റിയിലോട്ട് opinion. പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരണം എന്നുള്ള തോന്നലായിരിക്കും അല്ലേ? യെസ്. Yes, sir. Yes, sir. Okay, okay. Then Sharanya T. Good afternoon, sir. Yes, good afternoon, Sharanya. What is your opinion? I am also agree with Nandini's words, sir, Yes. because I am also love and live in village. Yes. First of all, I introduce my district. I am from Palakkad. It is a Yeah. beautiful place and Yes. full of green paddy and mountains surrounded. Yes. In my district, main occupation should be agriculture. Yes. While living in village, the close relationship between neighbors and community and Yes. peaceful and stress-free environment and festivals, Yes. temples, full of all surrounded with my village. Yes. Less traffic congestion, Yes. healthy lifestyle and fresh food. Fresh food. Yes, sir. Calm surrounding is good for health. That's why I'm love and live in village, sir. Yes. And you want to live in village. Okay, Sharanya T. Very Yes, good, sir. very good, very good. Yes. Then Selina. Yes. Shani Feroz. Shani Feroz കണ്ടിട്ടില്ല. Yes. സാർ പറഞ്ഞോളൂ വർഷ. സാർ പെട്ടെന്ന് പറയാൻ പറഞ്ഞപ്പോ ഞാനൊരു ഓർഡർ ഇല്ലാതെ ഒരു തട്ടിക്കൂട്ട് ഇതാണ് പറഞ്ഞത്. സോ Yes. അപ്പൊ അതിന് നമുക്ക് ഫർസാനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഫർസാനൊക്കെ ആലോചിക്കാൻ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. എനിക്ക് മാത്രമല്ല എനിക്ക് സെന്റൻസ് കണക്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതെ കണക്ട് ചെയ്യാൻ പ്രാക്ടീസ് കാരണം ഷി വാസ് ഫസ്റ്റ് ടു സേ. ആദ്യം പറഞ്ഞ ആരാണ് ഫർസാന. ആദ്യം പറയുന്ന ആൾക്ക് ചാൻസ് കുറവാണ്. ഓക്കെ ഫർസാന യു ആർ ഗിവിംഗ് വൺ മോർ ചാൻസ്. അപ്പം ഞാൻ ഒന്ന് ടൗൺ എന്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പോയിന്റ് ഞാൻ പറഞ്ഞത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ആക്ച്വലി എനിക്ക് വില്ലേജ് ഇഷ്ടമല്ല എന്നല്ലാണ്. എന്റെ വീട് വില്ലേജിന്റെ അടുത്താണ്. എപ്പോ പീസ്ഫുൾ മൈൻഡ് വേണമെങ്കിലും സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോവുക, ബാൽക്കണി പോയിരുന്നൊരു കപ്പ് ഓഫ് ടീ, അതാണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക്. പക്ഷെ ഇപ്പോഴത്തെ ലിവിങ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ഒപ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ടൗൺ എന്നുള്ളൊരു സംഭവമാണ്.
സോ ഞാൻ കുറച്ച് ആ ഒരു ആദ്യം പറഞ്ഞത് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് പറയാനുള്ള ആഗ്രഹം. യെസ്. അപ്പോ വില്ലേജ് ലൈഫിനെ ഭക്ഷണം തള്ളി പറഞ്ഞതല്ല. ഇത് തള്ളി പറയില്ല, ഒരിക്കലും തള്ളി പറയില്ല. Yes. It's more convenient, sir. It's more convenient town for everything. Yes. Yes, for everything. Okay, because of the speedy life of the world. Yes. So we have a dependable town. Okay. Yes. Very good. Very good. Very good. So thank you for your cooperation. Involvement and then thanks for that. Okay. Very good. Very good. Very good. സർ, അതേപോലെ തന്നെ ഞാൻ വില്ലേജിനെയാണ് ഞാൻ അടച്ചാക്ഷേപിച്ചായിരുന്നു എന്ന് വിചാരിക്കുന്നു അർബൺ ഏരിയയെ. അങ്ങനെയില്ല, എനിക്ക് ഈ റൂറൽ ഏരിയ ആണെങ്കിലും എല്ലാ ഫെസിലിറ്റിയും ഈ ഒരു റൂറൽ ഏരിയയിൽ ഉണ്ട്. പക്ഷെ വില്ലേജ് ആണ്, നമ്മൾ നോക്കുമ്പോൾ വില്ലേജ് ആണ്, പക്ഷെ ഒരു സിറ്റിന്റെ ഗെറ്റപ്പ് ആണ് ഞങ്ങളുടെ നാട്. അത്രേ ഉള്ളൂ. അത് ശരിയാണ്. കാരണം വെച്ചാല് ഈ ടൗൺ ഇങ്ങനെ കേറി വന്നോണ്ടിരിക്കുന്നു വില്ലേജിലോട്ട്. യെസ്. മുമ്പ് എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ എറണാകുളം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കേറി വന്നോണ്ടിരിക്കുന്നത് എല്ലാം എറണാകുളമാണ്. ഇപ്പൊ 6 ലൈൻ റോഡും കൂടി ഒക്കെ വന്നു കഴിയുമ്പോൾ വേറെ ലെവലാണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. യെസ്, വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്. സാർ, ഞാൻ അടുത്ത ക്ലാസ് പറയാൻ വേറെ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ടാണേ, വേറെ ഒന്നും അല്ലേ. അടുത്ത ക്ലാസ് ഞാൻ പറയാം. മനസ്സിലാവില്ലേ? ഡോണ്ട് വറി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. മോനെന്താ പറ്റിയത്? സ്കൂളിലൊന്ന് വീണ സാർ, തല ബാക്കിലൊന്ന് തട്ടി, അങ്ങനെ കൊണ്ട് കാണിക്കാനായിരുന്നു അത്. അപ്പൊ എപ്പോഴാണ് സംഭവം? ഇന്നലെ വൈകിട്ട് വന്നപ്പോ, സ്കൂളിട്ട് വന്നപ്പോ. യെസ്. വൈകിട്ട് കാണിച്ചിട്ട് വരാന്ന്, തലയ്ക്കല്ലേ, അപ്പൊ എന്തോ അറിയത്തില്ല, കൊണ്ട് കാണിക്കുമ്പോഴേ അറിയാൻ പറ്റൂ. തലവേദന ഉണ്ടെന്ന്, അതുകൊണ്ട് അവനെന്താ പിന്നാട് ക്ലാസ് പറയാന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, അത് കാണിക്കൂ. നോ പ്രോബ്ലം. യെസ്. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണേ. ഓക്കെ. ഓക്കെ. യെസ്. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുക, ടൈപ്പ് ചെയ്താൽ മതി. യെസ്. അതിനോടൊപ്പം തന്നെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്ന് ചേർത്ത് എഴുതാം. ഇ. രണ്ടാമത്തെ ലെറ്റർ എം. ഇ ഇംഗ്ലീഷ്, എം മാൻ. ഓക്കെ. ചോദ്യം ഇതാണ്: എ മാൻ ഹൂ റൂൾസ് എംപയർ. EMPIR. എ മാൻ. സർ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ചോദിച്ചു. ഒരു മൊത്തം കയ്യിൽ നിന്ന് പോയല്ലോ. യെസ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദ്യത്തിന്റെ ട്രാക്ക് ഒന്ന് മാറ്റാണ്. ഫസ്റ്റ് ലെറ്റർ, ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ടി ആക്കി. ടി എന്നുള്ളത്. ചോദ്യം ഇതാണ്: എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന പേര്. ടിയിൽ തുടങ്ങുന്നതായിട്ടുണ്ട് ആൻസർ. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. മെർലിൻ, നന്ദിനി, ഫർസാന. ഞാനല്ലേ? ട്രാൻസ്ഫർ ആണ് ഫർസാന പറഞ്ഞത്. ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. എന്താണ് താൻസി പറഞ്ഞത്? ആൻസർ ട്രേഡ് അല്ലേ? ട്രേഡ്. അങ്ങനെയാണെങ്കിൽ തൻസിയ, ഫർസാന ട്രാൻസ്ഫർ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പൊ ആരെങ്കിലും 3 പേര്? മെർലിന്, നന്ദിനി, തൻസി. യെസ്. ഓക്കെ. ആൻസർ പഠിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Parallel lines on which a train runs. Parallel lines on which
train runs. Nandini, Nancy, Farsana. Nandini, Nancy, and Farsana. Track. Track is the correct answer. TRSTK, track. Track is the correct answer. അടുത്തത് a terrible TERRIBLE a terrible that causes CAUSES that causes sadness a terrible that causes sadness English meaning ആണ് പറഞ്ഞത് one word Farsana yes Farsana Merlin Nandini Farsana Merlin Nandini ഞാൻ ഉദ്ദേശിച്ചത് ട്രാജഡിയാണ് പക്ഷെ ഞാൻ ഇത് പരിഗണിച്ചു യെസ് അടുത്തത് മീനിങ് ആണ് പറയണത് എ ടെമ്പററി ടി ആണോ ഫസ്റ്റ് ലെറ്റർ ഇ ആണോ ടി ഓക്കെ എ ടെമ്പററി mental condition a temporary mental condition in which someone is not in the control of themselves a temporary mental condition in which someone is not in the control of themselves oh Nancyക്കും മെർലിക്കും മുകളിൽ ആരായിരുന്നു Nandini, Harita, Tansi. Nandini, Harita, Tansi. Nandini, Harita. ആൻസർ ട്രോമ തന്നെയല്ലേ ആ യെസ് ഓക്കെ next question an object which allows light to pass through it completely an object which allows light to pass through it completely yes Nancy Merlin Farsana Nancy Merlin Farsana is the correct answer the answer is transparent ഓബ്ജക്റ്റ് അല്ല സർ പറഞ്ഞു ഓബ്ജക്റ്റ് an object ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞോ അത് ഒരു ഓബ്ജക്റ്റ് ആണോ അത് എനിക്ക് മനസ്സിലായില്ല ട്രാൻസ്പെറന്റ് ഇസ് എ ഒബ്ജക്റ്റ് ആണോ സർ an object which allows the light to object which allows completely അപ്പൊ ഒരു ഒബ്ജക്റ്റിനെ കടത്തി വിടുന്നത് ഇത് കൂടെ അങ്ങനെയല്ലേ സാർ ചോദിച്ചിട്ടുണ്ടായേ ഇത് കൂടെ പോകും എന്നുള്ളല്ലേ സംശയം വേണമെങ്കിൽ വരാം കാരണം the condition of the object എന്ന് പറയുന്ന ഒരു വേർഡുകൂടെ ഫ്രണ്ടിൽ പറയേണ്ടതാണ് very good thank you for your observation yes next question a place where a king stores stores his wealth a place where a king stores his wealth yes Shani Feroz Nancy Merlin yes
അതിന്റെ ആൻസർ ചെറിയ വ്യത്യാസം ഉണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ ഉൾപ്പെടുത്തി. ട്രഷറിയാണ്, എ പ്ലേസ് ആണ്. അപ്പൊ ട്രഷർ അല്ല, ട്രഷറി. യെസ്, എ പ്ലേസ് വെയർ ദ കിങ് സ്റ്റോർസ് ഹിസ് എവറിഥിങ്. ഷാനിനെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. എ three-legged, THRE. Okay, no problem. No problem, Shani. A three-legged object which supports a camera or telescope. Three-legged object which supports a camera or telescope. Yes, Akhil, Nancy, Nandini. Akhil, Nancy, and Nandini. Correct answer. Tripod. It's the correct answer. Very good, very good, very good, very good. Another question. A geometrical shape. A geometrical shape. Nandini, Nancy, Merlin. Nandini, Nancy, Merlin. Is the correct answer? The answer is triangle. Yes, very good, very good. Next question. Something on wheels. WHEELS. Something on wheels, which is used to move things. THINGS. Something on wheels, which is where we work in something. Adalla Sani Firoze Vallane. Yes, okay. Something on wheels, chakrangal, which is used to carry things. Margin free shop like move. Oh, tangrella. Margin free shop like move. Yes, Farsana, correct answer. Farsana, Nancy, Harida. Shani nadule. Farsana, Shani, Tansi. Alla, sorry. Shani. Farsana, Merlin, Shani. Farsana, Merlin, Shani. Farsana, Merlin, Shani. Okay. Don't worry. Yes, very good, very good, very good. ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റുകയാണ്. ഇനി നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ആദ്യത്തെ ലെറ്റർ പി, പ്രൈമറി പി. രണ്ടാമത്തെ ലെറ്റർ എച്ച്, ഹോട്ടൽ എച്ച്. ഓക്കെ, പിയിലും എച്ചിലും ആരംഭിക്കുക കേട്ടോ. ചോദ്യം ഇതാണ്. എ സിമ്പിൾ ആണ്. എ പിക്ചർ മെയ്ഡ് യൂസിങ് ക്യാമറ. Shani Firoze, Nancy, Nandini. Shani Firoze, Nancy, and Nandini. Yes, simple chodyamana. That is called photo. Okay, Harida? Yes. Another. A shop, 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 where medicines are sold. A shop where medicines are sold. Nandini, Merlin. Nandiniയുടെ മുകളിൽ ആരായിരുന്നു? Tansi, Shani. Tansi, Shani, Nandini. ഷാനി, താൻസി ഉണ്ട്. ഓക്കെ, രണ്ടുപേരെ പഠിച്ചിട്ടുണ്ട്. യെസ്, മാർക്കല്ലേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. യെസ്, അപ്പൊ അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യെസ്, ഫാർമസി. ആൻസർ ഇസ് ഫാർമസി. അടുത്ത ചോദ്യം. എ mythical, MYTHICAL, a mythical bird that rises from its
ashes, ASHES. ബേഡിന്റെ പേര് പറ. ബേഡാണ്. AS, അഖിൽ, താൻസി, നന്ദിനി. അഖിൽ, താൻസി, നന്ദിനി. ഫീനിക്സ് പക്ഷിയാണ്. ഫീനിക്സ് പക്ഷി കേട്ടോ. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് ഫീനിക്സ് പക്ഷിയെ കുറിച്ച് പറയുന്നത്. യെസ്, അപ്പൊ അതുകൊണ്ടാണ് പല ആളുകളും വിഷമിച്ചിരിക്കുന്നത്. യെസ്, എമിത്തിക്കൽ ബേർഡ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. സ്പെല്ലിംഗ് അല്ലേ, സ്പെല്ലിംഗ് PHOENIX ആണ് കേട്ടോ. PHOENIX, ഫീനിക്സ്. ഓക്കെ. അടുത്തത് ഒരു സിറ്റുവേഷൻ പറയുന്നു. An extreme fear, 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 that is not logical. A situation is very. An extreme fear that is not logical. Is the where psycho എന്നൊക്കെ പറയാം. യെസ്, ഫർസാന കറക്റ്റ് വേർഡ്. ഓക്കെ, ഫർസാന, ഷാനിന്റെ അടിയിൽ ആരായിരുന്നു? Tansi. ഫർസാന, ഷാനി, താൻസി. ഓക്കെ, the answer is phobia. PHOBIA. Yes. അടുത്തത്, the science of properties of energy and matter. Yes, നന്ദിനിക്കും മെർലിനും മുകളിൽ ആരായിരുന്നു? Tansi, Akhil. നന്ദിനിക്കും മെർലിനും മുകളിൽ താൻസി ഉണ്ടായിരുന്നു, അഖിലും ഉണ്ടായിരുന്നു അല്ലേ? Tansi, Akhil, Nandini. Tansi, Akhil, Nandini. ഓക്കെ. യെസ്, 4 പേർക്ക് എടുത്തിട്ടുണ്ടത്. ഓക്കെ, ഫിസിക്സ് ആണ്. The science of properties of energy and matter. Next question. The king in ancient Egypt. The name of the king in ancient Egypt. Yes, Tansi, Akhil, Merlin. Tansi, Akhil, and Merlin. Okay, Pharaoh. 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 Spelling ഒക്കെ തെറ്റാണ്. Spelling ഒക്കെ കുഴപ്പമില്ല. Yes. അടുത്തത്. Okay. Akhil. The study of letter, LETTR, letter sound, SOUNDS. The study of letter sounds. അതിനെ കുറിച്ച് പഠിക്കുന്നതിന് പറയുന്ന ഒരു പേരുണ്ട്. ഫർസാന, ആൻഷി, ഷാനി. ഫർസാന, ആൻഷി വന്നിട്ടുണ്ടായില്ലല്ലോ ഇതുവരെ. ആൻഷി, ഷാനി. ഫോണറ്റിക്സ് ആണോ സാർ ഉദ്ദേശിച്ചത്? എന്തോ? ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് പറയാം, ഫോണിക്സ്, രണ്ട് ശരിയാണ്. PHONETICS, ഫോണറ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ ആണ്. A general term for a doctor who has earned a medical degree. A general term for a doctor who has Akhil, Nandini, Tansi. Akhil, Nandini, and Tansi. Correct. Physician. Correct answer.
Yes. Correct answer. Physician. Another word for ghost. Ghost. Another word for ghost. Price Lahirida. Ghost. 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 Farsana, correct. Farsana, Shiny Firoz, Tansi. Farsana, Shiny Firoz, and Tansi. Correct answer. Phantom. നിങ്ങൾ പറയാനായിട്ട് വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൂ ആയിട്ട് പറയാന്ന് വിചാരിച്ചാണ്. മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്ക് ഈ പേരുണ്ട്, ഫാന്റം പൈലി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ഓക്കെ അഖിൽ, കറക്റ്റ് ആണ്. ഫാന്റം പൈലി. യെസ്. ഓക്കെ. കറക്റ്റ്. അടുത്തത് എ മെഷീൻ. സിമ്പിൾ ആണ് ചോദ്യം. That makes duplicates of printed copies. Nandini, Farsana, Agil. സാർ അതിന്റെ ഇടയിൽ ഞാനുണ്ട്. സാർ അഖിലാവ്. Okay. നന്ദിനി, ഷാനി, ഫർസാന. Okay. ഷാനി പഠിച്ചിട്ടുണ്ട്. Okay, don't worry. Yes. അടുത്തത് ചോദ്യം മാറിയിരിക്കുകയാണ്. ഞാനൊരു ഗ്രൂപ്പിന്റെ പേരാണ് പറയുന്നത്. ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ പറയുന്ന പേര് നിങ്ങൾ പറഞ്ഞാൽ മതി. ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്. അതിനെ പറയുന്ന പേര്. ഇഷ്ടമുള്ള ഇനി ലെറ്റേഴ്സ് ഒന്നും ഇല്ല, ഇഷ്ടമുള്ള ലെറ്റർ. ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്. ഡാൻസി, നന്ദിനി, ഷാനി. Fancy, Nandini, Shani. Correct answer. That is called troop. Trooper. Yes. Another. A group of singers. Band alla Nandini. Where is it? Sir, choir. Yes. Nandini. Okay. Nandini, Shiny Firoz, Merlin. Anshi, Nandini. സാർ കോറസ് വരൂലേ? Anshi, Nandini. പിന്നെ വേറെ ആരാണ്? ഷാനി സർ. ഷാനി. അപ്പൊ ബാൻഡ് വരില്ല സർ? ബാൻഡ് അതാ കേട്ടിട്ടുള്ളൂ. സൈനോണിമം ബാൻഡ്. ഞാൻ ചോദ്യം എവിടെ ഞാൻ വരും. ഓക്കെ, ഇത് ദൂരം കഴിയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് അത് മനസ്സിലാവും. ഓക്കെ. എ ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. ക്രൂ അല്ല, അതിന് വേറൊരു പേരുണ്ട്. ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. ഫർസാന, അഖിൽ, ഷാനി. Farsana, Agil, Anshi. Nandini, Tansi. Argina, പറഞ്ഞോളൂ നന്ദിനി. Sir, Farsana, Nandini, Tansi. Farsana, Nandini, Anshi. Tansi. Yes. Okay. അടുത്ത ചോദ്യം ഇതാണ്. A group of listeners. Nandini, Shani, Tansi. Nandini, Shani, and Tansi. Correct. Audience. Group of listeners. Another, a group of musicians. Nandini, Shani Firoz, Tansi. Group of musicians.
ബാൻഡ്. ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് ആണ് കൊയർ. ഓക്കെ, ഞാൻ അന്നേരത്തെ ചോദിച്ചപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പോയത് ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻ ആണ്. ഞാൻ മിണ്ടാതിരുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് റോബേഴ്സ്. ROBBERS. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ റോബേഴ്സ്. വേറൊരു പേര് ഫർസാന, ആൻഷി, ഷാനി. മെർലിൻ. ആൻഷി, ആൻഷി, മെർലിൻ. മെർലിൻ. മെർലിനാണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതിനാണ് നമ്മൾ ഗ്യാങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്. എ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്. നന്ദിനി, ഷാനി, ഫിറോസ്, മെർലിൻ. നന്ദിനി, ഷാനി, ഫിറോസ്, മെർലിൻ. യെസ്. സിമ്പിളായ ചോദ്യങ്ങളായിരുന്നു, നിങ്ങൾ ഉത്തരം പറഞ്ഞു. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരത്തിന്റെ സ്റ്റൈല് മാറുകയാണ്. യെസ്. അല്ല, നമുക്ക് നിർത്താം അല്ലേ? ഇപ്പൊ വേറൊരു മോഡലോട്ട് പോകണോ? അടുത്ത നമുക്ക് പോകാം. യെസ്. ഇത് കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് സമയം പിടിക്കും. യെസ്. ഇപ്രാവശ്യം നല്ല നല്ല ഹൈ പോയിന്റുകളാണുള്ള. യെസ്. പോടാ. യെസ്. ഇപ്പൊ 25 ആയില്ലേ? അതിന് പേര് നോക്കിയത് കേട്ടോ. അപ്പോ യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പോ ആൻഷി ഇന്ന് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. അഖിലിന് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹരിതയ്ക്ക് ഇന്ന് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഫർസാനയ്ക്ക് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മെർലിന് 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഷാനി ഫിറോസ് അല്പം വൈകിയാലും വന്നെങ്കിലും 14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. 3-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഷാനി ഫിറോസ്. നന്ദിനി ആർക്കാ 14 പോയിന്റ് കിട്ടിയേ? 3-ാം സ്ഥാനം ഷാനി. നന്ദിനിക്ക് 18. സാർ 14 പോയിന്റ് ഓക്കെ. നന്ദിനിക്ക് 18. നന്ദിനി 2-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മാർജിനാണ് 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. ഡാൻസിക്ക് 20 പോയിന്റ്. യു ഗോട്ട് ഫസ്റ്റ് പ്ലേസ്. ഓക്കെ. കുറച്ച് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. ഇന്നിപ്പോ വേറെ എടുത്ത് കഴിഞ്ഞാൽ തീരൂല. അതിന്റെ പേരിൽ ഞാൻ ഇങ്ങോട്ട് കയറിയത്. യെസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെൻഷൻ എടുക്കാം. ഓക്കെ. ബൈ ബൈ. സി. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay.